ഹായ് മക്കളെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കുള്ള ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. മക്കൾ എല്ലാവരും റെഡിയാണല്ലോ? അപ്പൊ നമ്മുടെ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ മലയാളം സബ്ജക്റ്റ് ആണ് കേട്ടോ. മിസ് മുന്നേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മലയാളം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാ മക്കൾ എക്സാം വരിക? ഇന്റഗ്രേഷൻ അല്ലെ, അഥവാ ഉത്ഗ്രഥനം എന്ന് പറഞ്ഞിട്ടാണ് എക്സാം വരിക. 2 ദിവസങ്ങളിലായിട്ടാണ് മക്കൾക്ക് ഈ ഒരു എക്സാം ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നമുക്ക് പോവാം. കൂട്ടുകാർക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലുള്ളൊരു സ്ഥലം ഫില്ല് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ കുട്ടിയുടെ പേര് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പേര് എഴുതണം. സ്കൂൾ എന്നുള്ളത് മക്കളുടെ സ്കൂളിന്റെ പേര് എഴുതണം. ഡിവിഷൻ എന്നുള്ളത് മക്കളുടെ ക്ലാസ് ഡിവിഷൻ എഴുതണം. ക്ലാസ് എന്നുള്ളത് മക്കളുടെ ക്ലാസ്സും കൃത്യമായിട്ട് തെറ്റാതെ എഴുതുക. ഓക്കെ അല്ലേ മക്കളെ? എങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വലിയ പൂക്കൾ, ചെറിയ പൂക്കൾ. എന്താ മക്കളെ നമ്മുടെ പ്രവർത്തനത്തിന്റെ പേര് വരുന്നത്? വലിയ പൂക്കൾ, ചെറിയ പൂക്കൾ എന്നതാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ പേര് വരുന്നത് അല്ലെ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്രവർത്തനത്തിലോട്ട് പോവാല്ലേ. നോക്കിക്കേ, വലിയ പൂക്കളെ വലിയ കുട്ടയിലേക്കും ചെറിയ പൂക്കളെ ചെറിയ കുട്ടയിലേക്കും വരച്ചു യോജിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ തന്നിട്ടുള്ളതിൽ വലിയ പൂക്കളെ വലിയ കുട്ടയിലേക്കും ചെറിയ പൂക്കളെ ചെറിയ കുട്ടയിലേക്കും വരച്ചു ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കള് റെഡിയാണല്ലോ? അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ഏതൊക്കെ പൂക്കളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? ചെമ്പരത്തി ഉണ്ട്, പിന്നെയോ മുല്ല, അതുപോലെ റോസ്, സൂര്യകാന്തി, തെച്ചി, താമര. ഇതാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ള പൂക്കൾ അല്ലെ. ഇതിൽ ഏതൊക്കെയാ മക്കളെ? ചെറിയ പൂക്കൾ ഏതൊക്കെയാ മക്കള് പറഞ്ഞേ? ചെറിയ പൂക്കൾ ഏതൊക്കെയാണ്? ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവൂലേ. മുല്ലപ്പൂ എങ്ങനെയുള്ളതാ മക്കളെ? കുഞ്ഞതായിട്ടുള്ള പൂവാണല്ലേ മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ ചെറിയ പൂ. ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക? സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ മുല്ലപ്പൂവിനെ എന്തിലേക്ക് വരയ്ക്കണം മക്കളെ? ഇവിടെ 2 ബാസ്കറ്റ് കണ്ടോ? 2 കുട്ടകൾ വെച്ചത് കണ്ടോ? ഇതിൽ എന്താ എഴുതിയിട്ടുള്ളത്? വലിയ പൂക്കൾ. ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്? ചെറിയ പൂക്കൾ. അപ്പൊ നമ്മൾ ചെറിയ പൂക്കളുള്ള കൊട്ട ഏതാണ്? ചെറിയ കൊട്ടയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ പൂവായിട്ടുള്ള മുല്ലപ്പൂവിനെ ചെറിയ കൊട്ടയിലേക്ക് വരയ്ക്കണം. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ദെൻ അടുത്ത നോക്കിക്കേ, എന്താണ് മക്കളെ ചെറിയ പൂവിനി വരുന്നത്? ഏതാണ്? തെച്ചിയാണ് വരുന്നത് അല്ലെ. ഏതാണ്? തെച്ചിയാണ് വരുന്നത് അല്ലെ. തെച്ചിപ്പൂ നോക്കിക്കേ, ചെറിയ പൂവല്ലേ മക്കളെ. അപ്പൊ തെച്ചിപ്പൂവിനെ നമ്മൾ എന്തിലേക്ക് വരയ്ക്കണം? ചെറിയ പൂക്കളുടെ കുട്ടയിലേക്ക് വരയ്ക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്തു? അവിടോട്ട് വരച്ചു. അപ്പൊ ഏതൊക്കെ നമ്മൾ വരച്ചു? മുല്ലയെ വരച്ചു, തെച്ചിയെ വരച്ചു. ഇനിയുള്ള പൂക്കൾ ഏതൊക്കെയാ മക്കളെ? ചെമ്പരത്തി ഉണ്ട് അല്ലേ. ചെമ്പരത്തി മക്കൾ കണ്ടിട്ടില്ലേ? തെച്ചിപ്പൂവിനെ പോലെ വളരെ കുഞ്ഞതായിട്ടുള്ള പൂവാണോ? അല്ലെങ്കിൽ മുല്ലപ്പൂവിനെ പോലെ വളരെ കുഞ്ഞതായിട്ടുള്ള പൂവാണോ? അല്ല, കുറച്ചും കൂടി വലുപ്പമുള്ള പൂവാണ് അല്ലെ. അപ്പൊ നമുക്ക് അതിനെ ഏതിലേക്ക് വരയ്ക്കാം മക്കളെ? വലിയ പൂക്കളിന്റെ കൂടയിലേക്ക് വരയ്ക്കാം. ഓക്കെ അല്ലേ? ദെൻ നോക്കിക്കേ, പിന്നെ നമുക്ക് ഏത് പൂവാണ് അവിടെ ഉള്ളത്? റോസ് ആണുള്ളത്. റോസാപ്പൂ മക്കൾ കണ്ടിട്ടില്ലേ? പല നിറത്തിലും അതുപോലെ തന്നെ പല വലുപ്പത്തിലുള്ള റോസാപ്പൂക്കൾ ഉണ്ട് അല്ലെ. പക്ഷെ നമ്മൾ കൂടുതലായിട്ടും കാണുന്ന റോസാപ്പൂ അത്യാവശ്യം വലിയ പൂക്കളാണ് അല്ലെ. അപ്പൊ നമുക്ക് ഏതിലോട്ട് വരയ്ക്കാം മക്കളെ? വലിയ പൂക്കളിന്റെ കുട്ടയിലോട്ട് വരയ്ക്കാം. സെറ്റ് അല്ലേ മക്കളെ? ഇനിയുള്ളത് ഏതാണ്? സൂര്യകാന്തിയാണ്. സൂര്യകാന്തി പൂ മക്കൾ കണ്ടിട്ടുണ്ടോ? നേരിൽ കണ്ട കൂട്ടുകാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിത്രത്തിൽ കണ്ട കൂട്ടുകാരൊക്കെ ഉണ്ടായിരിക്കില്ലേ. വലിയ പൂവല്ലേ മക്കളെ? അല്ലേ? ചെമ്പരത്തിയേക്കാളും റോസിനേക്കാളും ഒക്കെ വലിയ പൂവാണ് ഇത് സൂര്യകാന്തി എന്ന് പറയുന്നത്. അപ്പൊ സൂര്യകാന്തിയെ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? വലിയ പൂക്കളുള്ള കുട്ടയിലേക്ക് ചേർക്കാം. ഇനി അടുത്തതോ മക്കളെ? താമരപ്പൂവാണ് അല്ലെ. ഏതാണ്? താമരപ്പൂവാണ്. താമരപ്പൂ വലുതാണോ ചെറുതാണോ? വലിയ പൂവാണ് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് എന്തിലോട്ട് വരയ്ക്കാം മക്കളെ? വലിയ പൂക്കൾ എന്ന് പറയുന്ന
കുട്ടയിലേക്ക് വരയ്ക്കാം. സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ ചെറിയ പൂക്കൾ ഇവിടെ നമ്മൾ ഏതൊക്കെ വരച്ചു? മുല്ലയും തെച്ചിയുമാണ് വരച്ചിട്ടുള്ളത്. വലിയ പൂക്കൾ ഏതൊക്കെയാ നമ്മൾ വരച്ചിട്ടുള്ളത്? ചെമ്പരത്തി, റോസ്, സൂര്യകാന്തി, താമരാപ്പൂ എന്നീ പൂക്കളെയാണ് നമ്മൾ വലിയ പൂക്കളാക്കിയിട്ട് വലിയ കുട്ടയിലോട്ട് വരച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? ദെൻ നോക്കിക്കേ, അടുത്തൊരു പ്രവർത്തനം നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ജസ്റ്റ് മക്കൾക്ക് വരയ്ക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പറന്നു പറന്ന്. എന്താ നമ്മുടെ പ്രവർത്തനത്തിന്റെ പേര് വരുന്നത്? കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പറന്നു പറന്ന് എന്നതാണ്. നോക്കിക്കേ മക്കളെ, ക്വസ്റ്റ്യൻ ഇതാണ്: പറക്കുന്നവരെ കണ്ടെത്തൂ, വട്ടത്തിലാക്കൂ. അപ്പം മക്കൾക്ക് അവിടെ കുറേ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവയില് പറക്കുന്നവരെ കണ്ടെത്തിയിട്ട് അവരെ എന്ത് ചെയ്യണം? വട്ടത്തിലാക്കണം, സർക്കിളിനുള്ളിലാക്കണം. സിമ്പിൾ അല്ലേ മക്കളെ? ആരൊക്കെയാ പറക്കുന്നത്? നമുക്ക് ആദ്യം ചിത്രത്തിൽ തന്ന ആളുകളെ നോക്കാം അല്ലെ. പരുന്തുണ്ട്, കാക്കയുണ്ട്, പിന്നെയോ മയിലുണ്ട്, പൂച്ചയുണ്ട്, ആനയുണ്ട്, തത്തയുണ്ട്, മുയലുണ്ട്, ആമയുണ്ട്, അതുപോലെ തന്നെ കുരുവിയുണ്ട് അല്ലെ. ഇവരൊക്കെയല്ലേ ചിത്രത്തിലുള്ളത് മക്കളെ? ഇതിൽ ആരൊക്കെയാ പറക്കുക? പക്ഷികളെല്ലാം എന്ത് ചെയ്യും മക്കളെ? ചിത്രത്തിൽ തന്നിട്ടുള്ള പക്ഷികളെല്ലാം പറക്കുന്നവരാണ് അല്ലെ. അപ്പൊ ഇതിൽ ആരൊക്കെയാ പക്ഷികൾ ഉള്ളത്? പരുന്ത് പറക്കുന്നത് മക്കൾ കണ്ടിട്ടുണ്ടോ? പരുന്ത് വളരെ ഉയരത്തിൽ അങ്ങനെ വട്ടമിട്ട് പറക്കൂലേ. ഇരയെ പിടിക്കാനൊക്കെ അതെന്താ ചെയ്യാ? ഉയരത്തില് വട്ടമിട്ട് ഇരയെ നോക്കിയിട്ട് എന്ത് ചെയ്യും? വട്ടമിട്ട് അങ്ങനെ പറക്കും. അപ്പൊ പരുന്ത് പറക്കുന്ന ആളാണോ മക്കളെ? അതെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? പറക്കുന്ന ആളായതുകൊണ്ട് തന്നെ സർക്കിൾ ചെയ്യണം. അപ്പൊ ഒരാളെ നമുക്ക് കിട്ടിയേ. ഇനി അടുത്തത് ആരാണ്? കാക്കയാണില്ലേ. കാക്ക പറക്കുവോ മക്കളെ? പറക്കുവോ? കാക്ക പറക്കും. നമ്മൾ എപ്പോഴും കാണുന്നതാണല്ലേ. നമ്മുടെ വീടിന്റെ മുറ്റത്തായിക്കോട്ടെ, നമ്മുടെ വീടിന്റെ പരിസരത്തായിക്കോട്ടെ ആര് വരാറുണ്ട്? കാക്ക വരാറുണ്ട്. പറക്കാറില്ലേ മക്കളെ? നമ്മൾ കാക്കയെ കാണുമ്പോ കല്ലെടുത്ത് എറിയാറുണ്ടോ? ചിലപ്പോഴൊക്കെ എറിയാറുണ്ട് അല്ലേ. അപ്പൊ അതെങ്ങനെയാ ഓടി രക്ഷപ്പെടുന്നത്? അതെങ്ങനെയാ രക്ഷപ്പെടുക? ഓടി രക്ഷപ്പെടുകയാണോ ചെയ്യാ? അല്ല, അതെന്ത് ചെയ്യും? പറന്നു പോവാണ് ചെയ്യാല്. അപ്പൊ കാക്ക എന്താണ് മക്കളെ? പറക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടതാണ്. ഇനി അടുത്തത് ആരാണ് മക്കളെ? നമ്മുടെ മയിലാണല്ലേ. മക്കള് കണ്ടിട്ടുണ്ടോ മയിലിനെ? കുറെ കൂട്ടുകാരെ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ. ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലേക്കൊക്കെ ഇടയ്ക്ക് മയില് വിരുന്ന് വരാറുണ്ട് ഇല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ മയില് പറക്കുന്നതാണോ മക്കളെ? മയിലും എന്ത് ചെയ്യും? ചെറുതായിട്ടൊക്കെ പറക്കും. പക്ഷെ മറ്റു ജീവികളെ പോലെ ഒന്നും കുറേ ഒന്നും നമ്മള് പരുന്ത് പറക്കുന്ന പോലെ അങ്ങ് ഉയരത്തിൽ എന്ത് ചെയ്യില്ല, അത്ര ദൂരം അത്ര കുറേ സമയമൊന്നും പറന്ന് നിൽക്കില്ല അല്ലെ. പക്ഷെ മയിലും എന്താണ് മക്കളെ? പറക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ഒരാളാണ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്തത് ആരാണ്? പൂച്ചയാണ്. പൂച്ച പറക്കുവോ മക്കളെ? പറക്കുവോ? ഇല്ല. പൂച്ച എന്താ ചെയ്യാ? നടന്നു പോകുന്ന ആളാണ് അല്ലെ. പൂച്ച നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ആര്? പൂച്ച എന്ന് പറയുന്ന. അപ്പൊ അത് നമുക്ക് അതിൽ ഉൾപ്പെടില്ല അല്ലെ. ഇനി അടുത്ത ചിത്രം ആരാണ് മക്കളെ? ആനയുടെ ചിത്രമാണ്. ആന പറക്കുന്നത് മക്കള് കണ്ടിട്ടുണ്ടോ? ആന പറന്നിട്ടാണോ പോവാ? അല്ല അല്ലെ. ആന നടന്നാണ് സഞ്ചരിക്കുക. അപ്പൊ ആനയും അതില് ഉൾപ്പെടാത്ത ആളാണ് അല്ലെ. ഇനി അടുത്തത് ആരാണ് മക്കളെ? തത്തയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. തത്ത പറക്കുന്ന ആളാണോ? ആണോ മക്കളെ? അതെ, തത്ത പറക്കുന്ന പക്ഷിയാണല്ലേ. അപ്പൊ പറക്കുന്നവരെ വട്ടം വരയ്ക്കാനല്ലേ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? തത്തയെ വട്ടത്തിനുള്ളിലാക്കാം. ഓക്കെ അല്ല മക്കളെ? ദെൻ അടുത്ത് നോക്കിക്കേ, ആരാണ്? നമ്മുടെ മുയലാണുള്ളത് അല്ലേ. മുയല് പറക്കുവോ മക്കളെ? ഇല്ല. അവൻ എങ്ങനെ പോവും? ചാടി ചാടി ചാടിയാണ് പോകുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അവനെ ഈ കൂട്ടത്തില് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇനി അടുത്തത് നോക്കിക്കേ, ആരാണ്? നമ്മുടെ ആമയാണ്. ആമ എങ്ങനെയാ മക്കളെ? പതുക്കെ പതുക്കെ അങ്ങനെ ഇഴഞ്ഞു പോവാണ് ചെയ്യാലേ. അപ്പം ആമയെ നമുക്ക് ഇതില് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇനി ആരുണ്ട് മക്കളെ? ഒരു കുഞ്ഞുകുരുവി ഉണ്ട് അല്ലെ. അവൾക്ക് പറക്കാൻ പറ്റുവോ? യെസ്, അത് പറക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടതാണ്. അപ്പൊ ആരൊക്കെയാ മക്കളെ പറക്കുന്നവര്? നമ്മുടെ പരുന്ത്, അതുപോലെ കാക്ക, പിന്നെ ആരായിരുന്നു? നമ്മുടെ മയില്, അതുപോലെ തന്നെ തത്ത, കുരുവി. ഇത്രയും ആളുകളാണ് ചിത്രം തന്നിട്ടുള്ളതിൽ പറക്കുന്നവരുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പം കുറച്ച് പറവകളുടെ പേരുകളൊക്കെ മക്കൾ എന്ത് ചെയ്യാ? മനസ്സിലാക്കി വെക്കുക കേട്ടോ. സെറ്റ് അല്ലേ മക്കളെ?
ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതാര്, വരയ്ക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ ഒരു ചിത്രം മക്കള് വരച്ച് കംപ്ലീറ്റ് ചെയ്യണം. ആരാണ് എന്ന് മക്കൾക്ക് വരയ്ക്കാനായിട്ട് ഇവിടെ കുറച്ച് നിർദ്ദേശം തന്നിട്ടുണ്ട്. ഓക്കെ, ആ നിർദ്ദേശത്തിനനുസരിച്ചാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, വരയ്ക്കേണ്ടത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് വായിച്ചു നോക്കാം. ഈ നിർദ്ദേശം കൂട്ടുകാർ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത് സ്വയം വായിച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ കൃത്യമായിട്ട് ശ്രദ്ധിക്കാട്ടോ മക്കളെ. നോക്കിക്കേ, വാല് നീല, ചിറക് പച്ച, വരയുടെ മുകളിൽ. ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കറുപ്പ്, താഴെ ചുവപ്പ് എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം മക്കളെ, ചിത്രം ഒന്ന് പൂർത്തിയാക്കി വരച്ചാലോ. ആർക്കാ മക്കളെ, വാലും ചിറകുമുള്ള ഒരാളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മളെ പാഠഭാഗത്ത്. ആരായിരുന്നു? നമ്മുടെ മാനത്തൂടെ പറക്കുന്ന നമ്മുടെ പട്ടമായിരുന്നു അല്ലെ. അപ്പം ഇത് എന്തിന്റെ ചിത്രമാണ് മക്കളെ? പട്ടത്തിന്റെ ചിത്രമാണ്. ആദ്യം നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കാം. നോക്കിക്കേ, ഈ ഡോട്ടിൽ നിന്ന് മക്കൾ എന്ത് ചെയ്യണം, ഈ ലൈനിലോട്ട് വരയ്ക്കുക. അതേപോലെ തന്നെ ഈ സൈഡിലും ഡോട്ടിൽ നിന്ന് ഈ ഒരു ലൈനിലോട്ട് വരയ്ക്കുക. ഓക്കെ, പിന്നെ മക്കൾ എന്ത് ചെയ്യണം, ഈ ലൈനിന്റെ ഈ ഒരു എൻഡിൽ നിന്ന് ഈ ഡോട്ടിലോട്ട് വരയ്ക്കുക. ഈ ലൈനിന്റെ എൻഡിൽ നിന്ന് ഈ ഡോട്ടിലോട്ട് വരയ്ക്കുക. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് വരയ്ക്കണം മക്കളെ? പട്ടത്തിന് വാല് വരയ്ക്കണം. പിന്നെയോ പട്ടത്തിന് ചിറക് വരയ്ക്കണം ഇല്ലേ മക്കളെ. അപ്പൊ നമ്മുടെ പട്ടം ഇവിടെ റെഡി. അപ്പൊ ഇതുപോലെ പട്ടം മക്കള് വരയ്ക്കണം. എന്നിട്ട് മക്കളോട് പറഞ്ഞിട്ട് എന്താണ്, വാല് നീല. അപ്പൊ പട്ടത്തിന്റെ വാലിന് നമ്മൾ ഏത് കളർ കൊടുക്കണം മക്കളെ? നീല നിറം കൊടുക്കണം. മിസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എക്സാമിന് എല്ലാ ദിവസത്തെ എക്സാമിന് പോകുമ്പോ കളർ പെൻസിൽ നിർബന്ധമായിട്ട് മക്കളെ കയ്യിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പട്ടത്തിന്റെ വാൽ ഏത് കളർ കൊടുക്കണം? നീല. മിസ് പട്ടത്തിന്റെ വാല് നീല കളർ കൊടുത്തോട്ടെ. പട്ടത്തിന്റെ വാല് മിസ് എന്ത് ചെയ്തു? നീല കളർ കൊടുത്തു. പട്ടത്തിന് നമ്മള് നീല വാല് കൊടുത്തു. സെറ്റ് അല്ലേ മക്കളെ? ദെൻ അടുത്ത നമ്മളോട് എന്താ പറഞ്ഞത്? ചിറക് പച്ച. എന്താ പറഞ്ഞിട്ടുള്ളത്? പട്ടത്തിന്റെ ചിറകിന് ഏത് കളർ കൊടുക്കണം? പച്ച നിറം കൊടുക്കാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ? പച്ച കളർ സെലക്ട് ചെയ്യാ. എന്നിട്ട് പട്ടത്തിന്റെ ചിറക്, ഇതല്ലേ മക്കളെ പട്ടത്തിന്റെ ചിറക് വരുന്നത്, അതിന് മക്കൾ എന്ത് ചെയ്യാ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പച്ച നിറം നൽകുക. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് ആണല്ലോ. അപ്പം പട്ടത്തിന്റെ വാലിന് നമ്മൾ നിറം കൊടുത്തു, ചിറകിന് നിറം കൊടുത്തു. ഇനി നമ്മളോട് എന്താ പറഞ്ഞത് മക്കളെ? വരയുടെ മുകളിൽ കറുപ്പ്. ഇതല്ലേ മക്കളെ വര? ഇതിന്റെ മുകളിൽ ഏത് കളർ കൊടുക്കാനാ പറഞ്ഞത്? അതായത് ഈ പോർഷനിൽ ഏത് കളർ കൊടുക്കാനാണ്? കറുപ്പ് കളർ കൊടുക്കാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് കറുപ്പ് കളർ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. വരയുടെ മുകളിൽ ഏത് കളർ കൊടുക്കണം? ബ്ലാക്ക് കളർ കൊടുക്കണം അല്ലെ. ഓക്കെ മക്കളെ, വരയുടെ മുകളിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് താഴേക്ക് ഉള്ള പോർഷനിലൊന്നും കൊടുക്കരുത്. വരയുടെ ഈ ഒരു പോർഷനിൽ മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വരയുടെ മുകളിൽ നമ്മളോട് ഏത് കളർ പറഞ്ഞു? ബ്ലാക്ക് കളർ കൊടുക്കാൻ പറഞ്ഞു, കറുപ്പ് കളർ കൊടുക്കാൻ പറഞ്ഞു. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പം പട്ടത്തിന് നീല വാല് വരച്ചു, പച്ച ചിറക് വരച്ചു, വരയുടെ മുകളിൽ നമ്മള് കറുപ്പ് നിറം കൊടുത്തു. ഇനി നമ്മളോട് പറഞ്ഞത് എന്താണ്? താഴെ ചുവപ്പ്. വരയുടെ താഴെ ഇല്ലേ മക്കളെ, അവിടെ ഏത് കളർ കൊടുക്കണം? നല്ല ചുവന്ന നിറം അല്ലെ, നല്ല ചുവപ്പ് കളർ കൊടുക്കണം. അപ്പൊ മക്കൾ ഇതാ ഈ ഒരു പോർഷനിൽ മക്കൾ എന്ത് ചെയ്യാ? റെഡ് കളർ കൊടുക്കുക. ഓക്കെ അല്ലേ മക്കൾ? അപ്പൊ കളേഴ്സ് ഒക്കെ മക്കൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ആലോചിച്ച് വെച്ച് പോകണം കേട്ടോ. ചുവപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ് കളറ്, പച്ച എന്ന് പറഞ്ഞാൽ ഏതാണ് കളർ എന്നതൊക്കെ ക്രയോൺസ് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരിക്കൽ കൂടി പറഞ്ഞ് പഠിച്ചിട്ട് പോവാട്ടെ മക്കളെ. കളറിന്റെ കാര്യത്തിൽ സംശയമൊക്കെ ഉണ്ടെങ്കിൽ പഠിച്ചിട്ട് പോവാ മക്കളെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതേ രീതിയിൽ മക്കൾ വരച്ച് നിറം നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രവർത്തനത്തിന് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അവിടെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് മക്കളെ. ചിത്രമെല്ലാം വരച്ചതിന് ശേഷം നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇത് ആരാണ്? ഇതാരാ മക്കളെ? വേഗം പറഞ്ഞ ആരാണ്? ആരാണ്? യെസ്, നമ്മുടെ പട്ടം. അപ്പൊ അത് മക്കൾ ഇവിടെ എഴുതി കൊടുക്കണം. പട്ടം എന്ന് എഴുതാൻ മിസ് പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ മക്കളെ? എങ്ങനെ എഴുതാ നോക്കിക്കേ. പ ഠ ഠ ഠ ഠയുടെ കൂടെ ചിഹ്നം. പട്ടം. പറഞ്ഞേ മക്കളെ, പട്ടം. മക്കൾ നിർബന്ധമായിട്ടും എഴുതി പഠിക്കേണ്ട ഒരു വാക്കാണ് ഇത്.
പട്ടം എന്ന് പറയുന്നത്. സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണോ? അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ എക്സാമിനായിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഇത് മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറേ അധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. ക്ലാസ്സുകൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ട് നന്നായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്.